നമ്മൾ മിക്കവരും നിരവധി വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അങ്ങനെ വിവാഹത്തിന് പോകുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ മെയിൻ ഫോക്കസ് ഫുഡിലായിരിക്കുമെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പലപ്പോഴും ഈ വിവാഹ ചടങ്ങുകൾക്കിടയിൽ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള കുറേ സംഭവങ്ങൾ നടക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലത്തെ കുറേ വിവാഹ കോമഡികൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് കാണാം, ഒരു വിവാഹത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. പക്ഷേ ഈ ചേട്ടൻ അല്പം വേറെ മൂഡിലാണെന്ന് തോന്നുന്നു. അപ്പോൾ വെഡ്ഡിംഗ് ഫംഗ്ഷനൊക്കെ കളറാക്കാൻ വേണ്ടി ഗാനമേളക്കുള്ള ആളുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അവർ വന്നു അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് അവർ മണവാളുടെ പേരെന്താന്ന് മറന്നുപോയി. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് പേരിന്റെ പകരം ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവരൊന്നും മാത്സ് പഠിച്ചിട്ടില്ലേ? എന്റെ പേരറിയില്ലെങ്കിൽ പേരിന്റെ പകരം നമ്മൾ എക്സ് എന്ന് എടുക്കണം. പിന്നെന്തായാലും കുഴപ്പമില്ല. അവസാനം ആരോ അവിടെ നിന്ന് മണവാളുടെ പേര് ആഷിദാണെന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കറക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിപ്പോ തന്നെ ശക്തിമാനായി പറന്നു പോകുമെന്ന്. ഇത് ശരിക്കും എന്താ, അങ്ങനെ ആചാരം വല്ലതും ആണോ? ഇവിടെ നമുക്ക് കാണാൻ ഒരു മോതിരയിടൽ ചടങ്ങാണ്. മോതിരിടാനായപ്പോ മോതിരം കൊണ്ട് ആള് വന്നു. പക്ഷേ നമുക്കറിയാം, കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ വീട് വിട്ടു പോകുന്നത് പാരൻസിനായാലും വധുവിനായാലും അത്യാവശ്യം ഇമോഷണൽ ആയ ഒരു മൂമെന്റ് ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്റെ മകൾ വീട് വിട്ടു പോകുന്നതിന്റെ സങ്കടം പ്രകടിപ്പിക്കുന്ന ഒരു അച്ഛനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? അതിന് ആദ്യത്തെ കല്യാണം അല്ലേ, എക്സ്പീരിയൻസിന്റെ പ്രശ്നം അടുത്തതിൽ ശരിയായിക്കോളും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രശ്നമാണ് ഈ വരനും അനുഭവിച്ചത്. ഇപ്പൊ കണ്ടതുപോലെയുള്ള ഈ ഫസ്റ്റ് ടൈം മിസ്റ്റേക്ക് പല വധുവരന്മാർക്കും വരുന്നതാണ്. അപ്പൊ ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ ഇവർക്ക് അത്യാവശ്യത്തിന് ട്രെയിനിങ് കൊടുത്തു വിടുക എന്നുള്ളതാണ്. അതാണ് ഇവര് ചെയ്യുന്നത്. നമസ്കാരം. ഫാളിങ് ഇൻ ലവിന്റെ ലൈവ് ഡെമോ ആയിരിക്കും.
ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആയിക്കോട്ടെ, എന്തായാലും വാങ്ങിക്കോട്ടെ. ലാലു, നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും. അത് നീ താങ്ങില്ല. അവൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് ഇൻസ്റ്റയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ കളികളുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ആക്കി ഫോൺ വലിച്ചെറിയുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിന് എന്തുകൊണ്ടും നല്ലത്. എല്ലാവർക്കും ആയില്ലേ കുടുംബവും കുട്ടിയൊക്കെ, ഇനിയെങ്കിലും നമുക്കൊന്ന് ജീവിക്കണ്ടേ? ആരും മറ്റൊന്നും വിചാരിക്കരുത്, ചിക്കൻ തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണി പോയതാ, വേറൊന്നുമല്ല. ഇനി നമുക്ക് ലേശം ഫോട്ടോഷൂട്ട് കാഴ്ചകൾ കാണാം. എൻഗേജ്മെന്റ് ചെയ്തത് കണ്ടോ? അപ്പോൾ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ ഇതുപോലെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം കഷ്ടപ്പെട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ അവരും ചിരിപ്പിച്ച് കൊളമാക്കാൻ ഇവരും. വെള്ളത്തിലിറങ്ങിയ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല അവർ പ്രതീക്ഷിച്ചത്. ഇനി കുഴപ്പമില്ല. വള്ളത്തിനകത്ത് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് അയിത്തണ്ണം പറഞ്ഞ് സന്ദീപും കൊച്ചും കൂടെ വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നു. വള്ളത്തിൽ അതെ. ഈ ഒരു ഫോട്ടോക്ക് വേണ്ടിയാണ് എല്ലാവരും കൂടെ ആ ക്യാമറമാനെ കുഴിച്ചിടാൻ നോക്കിയത്. എന്നാലും ഫോട്ടോഗ്രാഫറിന്റെ ഒരു ഡെഡിക്കേഷനേ. പാവ, അവനവിടെ നിന്ന് പോകാൻ ഒട്ടും മനസ്സില്ല. മണവാളനാവാൻ നല്ല താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. അവന്റെ കല്യാണം കൂടി എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് നടത്തി കൊടുക്ക്. ഒരു കുഴപ്പമില്ല, സന്തോഷമുണ്ട് പറഞ്ഞത്. ദോഷായി പല വെഡ്ഡിംഗ് ഫംഗ്ഷനുകളിലും കാണും പാടാൻ അറിയില്ലെങ്കിലും പാടി തകർക്കുന്നൊരു ചങ്ക്. പക്ഷെ അതുപോലെ തന്നെ ഫംഗ്ഷന് വന്ന് പൊളിച്ചടിക്ക് പോകുന്ന നല്ല കിഡിലൻ പെർഫോമേഴ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് വിചാരിക്കുന്നു.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.